ഹലോ. നീ സ്കൂളിൽ പോണതോ ഏതെങ്കിലും കല്യാണത്തിന് പോവാണോ? വന്നേ. പിന്നെ കൊള്ളാവോന്ന്. നല്ല രസം. ഞാൻ ഇങ്ങനെ പെൻസിലൊക്കെ വെച്ച് നോക്കട്ടെ ഒന്ന് കാണട്ടെ. ഹൈ കുറച്ചൊരു ചുരുട്ട. നല്ല രസമുണ്ടെന്ന് ഇരുന്നേ. അമ്മ സ്കൂളിൽ പോകുമ്പോഴേ ഇങ്ങനെ വേഷം കെട്ടിക്കൊണ്ട് പോണ്ട കാര്യമില്ല. ഇതിനിപ്പോ എന്താ കുഴപ്പം? പിന്നെ എന്താ കുഴപ്പം? 2 വയസ്സ് മുടി മെടഞ്ഞിട്ടങ്ങ് കെട്ടിയാ മതി. അമ്മ എന്റെ മുടി ഇങ്ങനെ മെടഞ്ഞിട്ടാ ഉണങ്ങൂല അമ്മ. ഉണങ്ങണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. 8 മണിയാകുമ്പോൾ കുളിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഉണങ്ങൂല മുടി. തിരിഞ്ഞിക്കണേ കൂടെ. അല്ല ഇപ്പൊ അയച്ചിട്ടാ എന്താണ് കുഴപ്പം? പിന്നെ അഴിച്ചിരുന്ന എന്ത് കാര്യത്തിനാ? മുടിയൊക്കെ പൊട്ടിപ്പോവും അഴിച്ചിട്ടാ. എന്താ അമ്മ സ്കൂളിൽ നിന്ന് പെർമിഷൻ തന്നെ അയച്ചിടാം. പിന്നെ സ്കൂളിൽ നിന്ന് ആര് പെർമിഷൻ തന്നു? ചേച്ചിമാര് പറഞ്ഞല്ലോ ഇപ്പൊ മുടി ഉണങ്ങാത്തോണ്ട് അയച്ചിട്ടോണ്ട് വരാന്ന്. നിന്റെ സ്കൂളിലെ കാര്യങ്ങൾ ചേച്ചിമാരാണോ തീരുമാനിക്കുന്നത്? ആണോ? ചേച്ചിമാര് ലീഡറാ. നീ മാത്രല്ല സ്കൂളിൽ പഠിച്ചത്, ഞാനും സ്കൂളിൽ പഠിച്ചതാ കേട്ടോ. അത് പണ്ടത്തെ കാലം. പണ്ടത്തെ കാലാണെങ്കിലും എപ്പോഴാണെങ്കിലും. പിന്നെ തിരിഞ്ഞങ്ങോട്ട് ഇരിക്കും വേണ്ടേ? മതിയോ? മതി. ദേ ഇന്ന് പാരന്റ്സ് മീറ്റില്ലേ? മറ്റേ ലെറ്റർ ഉണ്ടോന്നല്ലോ. അമ്മ വരൂല കേട്ടാ. അയ്യോ വരണം. ഡി മാമൻ വരുവടി, കനകം മാമൻ. അത് മതി അത് മതി. ആ സ്പ്രേ ഉണ്ടല്ലോ മോളെ, ഇങ്ങനെ കുളിക്കാനുള്ളതല്ല, കുളിച്ചതിന് ശേഷം ഇച്ചിരി അടിക്കാനുള്ളതാണ് സ്പ്രേ. ഒരു ദിവസവും അത് കാണത്തില്ല, അങ്ങ് അടിച്ച് തീർക്കണം. അല്ല അത് സ്റ്റൈൽ അടിക്കണം. സ്റ്റൈല് സാധാരണ അതിന്റെ പുറത്തോട്ടാണല്ലോ കയറ്റം. ഓ അയ്യോ ഞാനിവിടെ ഒന്ന് വേഗം പൊതുവിളെ കൊണ്ട് പോവാൻ നോക്ക്. ആ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാ പോ. വണ്ടി കയറ്റിടാ, ഞാനൊന്ന് സ്കൂളിൽ പോവല്ലേ? എവിടെ? സ്കൂളിൽ ഞാൻ പോവല്ലേ? എന്തിനാ ഇവളുടെ സ്കൂളിലോ? എന്തിനാ? മീറ്റിംഗ് അല്ലേ ഇവിടെ? PTA മീറ്റിംഗ്. അതിന് നിങ്ങൾ പോണ എന്തിനാ? പിന്നെ ആര് പോവും? നിങ്ങൾ പോവാറില്ലല്ലോ ഒരിക്കലും. ഞാൻ പോവാറില്ല എന്നുള്ള നിന്റെ പരാതി ഒന്ന് തീരുമല്ലോ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാ. ഇന്ന് അങ്ങനെ പരാതി തീർക്കണ്ടെന്ന് അവൻ പൊക്കോളൂ. കനകൻ. അവനെന്തിനു പോണു? വിളിച്ചേ. അവന് ഓഫീസിൽ പോണ്ടേ? ഇല്ല, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന്. ഞാൻ ഒരു കാര്യം ചെയ്തു, നീ എന്തിനാണ് ആവശ്യമില്ലാതെ തുടങ്ങി പിടിക്കണേ? അവനോട് പറയണേ. ആവശ്യമില്ലാതെ അവനെ ഇതുവരെ നിങ്ങൾ പോയിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞു പോയി. ഞാൻ ഇതുവരെ പോവാത്തത് അന്നൊക്കെ എനിക്ക് പല പല തിരക്കുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആ സ്കൂളിൽ പോകേണ്ട കാര്യമുണ്ട്. എന്ത് കാര്യമുണ്ട്? അതൊക്കെ കുറെ സംഭവ വികാസങ്ങൾ ഇന്ന് ആ സ്കൂളിൽ നടക്കും. സംഭവ വികാസങ്ങളൊന്നും വേണ്ട. അവന്റെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ അവനോട് സ്കൂളിൽ പോണെന്ന് പറഞ്ഞത്. അതെ, അവനോട് ഞാൻ കാര്യങ്ങൾ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി, അവന് മനസ്സിലാവും. അവൻ ഓഫീസിൽ പൊക്കോളും. ഇന്ന് മീറ്റിങ്ങിന് ഞാൻ പോകണം. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ ഭാര്യ ഞെട്ടാൻ തയ്യാറായിട്ടിരുന്നോളാം. പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഞെട്ടിയില്ല. എന്നിട്ടാണ് ഇനിയിപ്പോ സ്കൂളിൽ പോയിട്ട് വരുമ്പോ അത് ഞാനൊരു ആവേശത്തിന്റെ പുറത്ത് എടുത്ത് ചാടിയതല്ലേ. പക്ഷെ ഇത് അതുപോലെയല്ല. ഇത് ഞാൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് സംഭവങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ആ പ്ലാനിങ് ഇന്ന് നടപ്പിലാക്കാൻ പോവാണ് സ്കൂളിൽ. എന്റെ പൊന്നു ക്ലീറ്റോ വേണ്ട. പ്ലാനിങ്ങിൽ പരാജയപ്പെടുന്നതിൽ നിങ്ങൾക്ക് ലോക റെക്കോർഡ് ഉള്ളതാ. ഇനിയും പരാജയപ്പെടാൻ നിൽക്കരുത് പ്ലീസ്. എന്നാലേ ഞാൻ ആ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ എന്റെ ഭാര്യ ഇവിടെ തന്നെ കാണുമോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വരില്ല. നിങ്ങൾക്ക് വരാൻ പറ്റൂല. ഞാൻ ഇവിടെ തന്നെ വരും തിരിച്ച്. അപ്പൊ നീ കാണാ പിന്നെ മുടി വലിച്ച് താഴ്ത്തോട്ടിട്ടല്ലേ? വേണ്ട കേട്ടോ, അവൻ പൊക്കോളൂ. അവന് വിഷമാവും. തങ്കം, ഞാൻ ഇന്ന് പോവാനായിട്ട് തീരുമാനിച്ചു വെച്ചേക്കും അവിടെ. ഇല്ലടാ, വീട്ടിൽ നിന്ന് അങ്ങനെ ചാടിക്കാനാ. രാവിലെ തന്നെ ഉമ്മയോടും കൂടി കച്ചറ തുടങ്ങിയില്ലേ? ആര് പാലെടുക്കും, ആര് പഞ്ചസാര എടുക്കും പറഞ്ഞാണ്ട്. അല്ല ജമന്തി ഇല്ലേ, ഓളോടുള്ള ചാണ്ടാക്കാൻ പറയും. ഇല്ലടാ, അവളും അമ്മയും കൂടെ രാവിലെ പോയി. അവളെ അച്ഛന് നല്ല സുഖം എന്ന് പറഞ്ഞിട്ട്. അപ്പച്ചി ചായ ഉണ്ടാക്കി ഒറ്റക്ക്? ഇല്ല, എനിക്ക് അങ്ങനെ ആണല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്നാ വർക്കറ് പോവോ? അല്ലേ, ഞാൻ വരുന്നില്ലടാ. അത് പറയാനാ വിളിച്ച. എന്താ? ഈ മോക്കെ തക്കളി മോക്ക് ഇന്ന് സ്കൂളിൽ PTA മീറ്റിംഗാ. എടാ, തക്കാളി മോളെ കൊണ്ടുപോവാ. എൻ്റെ അളിയല്ലേ അവിടെ? നീ എന്താ ഒന്നും അറിയാത്തല്ലോ സംസാരിക്കുന്നത്? അയ്യോ സോറിടാ, ഒത്തിരി നേരെ ഓളെ അച്ഛനാണല്ലോ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. മക്കളെ ബാപ്പോ എവിടെ? സ്കൂളില്. ആരെ സ്കൂളിൽ? മോളുടെ സ്കൂളിൽ ഇന്ന് PTA മീറ്റിംഗ് അല്ലേ? അതിനല്ലേ ഞാൻ പോണത്. നിനക്കതിന് നേരമില്ലല്ലോ. ആര് പറഞ്ഞു? 6 കൊല്ലമായിട്ട് മോളവിടെ പഠിക്കുന്നത്. നീ ഇതുവരെ അവിടെ കൊണ്ട് പോയിട്ടില്ല. ഇവിടെ ഈ 6 കൊല്ലത്തിന് എൻ്റെ തിരക്കല്ല, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ആ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെ കൊണ്ട് പോണത്. ഇനി നിനക്ക് നേരത്തെ പറഞ്ഞൂടെ? എനിക്ക് ലീവ് എടുത്തിട്ടല്ലേ ഞാൻ നിൽക്കുന്നത് ഇവിടെ. നീ അവനോട് പറഞ്ഞ എനിക്ക് പോകാൻ പറ്റില്ല എന്ന്? എന്നോട് പറഞ്ഞു. നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോണതങ്ങ?
കൊച്ചിൻ്റെ തണ്ട ഞാനാണ് അവിടെ മീറ്റിങ്ങിന് കൊണ്ടുപോകേണ്ട അവിടെ പോകേണ്ട ആൾ ഞാനാണ്. ഒന്നീ നീ പോകണം അല്ലെങ്കിൽ ഞാൻ പോകണം. നേതാവിന് ഒരുപാട് ജോലി ഉണ്ടല്ലോ, ഞാനൊന്ന് ലീവാ. മക്കള് വാ. അതെ നീ പോയില്ലെങ്കിൽ നിന്റെ മറ്റേ KSEBയിൽ കറണ്ട് ഉൽപ്പാദനം നടക്കൂലല്ലോ. നീ അതിന് പോടേ. കൊച്ചിനെ ഞാൻ കൊണ്ടുപോക്കോളാം. മക്കള് വാ. അതെങ്ങനെ നീ നിനക്ക് വേറെ പണിയൊന്നുമില്ല. PTA മീറ്റിംഗ് ഇല്ലേ, രക്ഷകർത്താക്കൾ പോണ്ടേ? രക്ഷകർത്താവ് എന്ന് പറയുന്നത് ആരാണ്? കൊച്ചിന്റെ യഥാർത്ഥ തന്ത അല്ലെങ്കിൽ തള്ള, അവരാണ് രക്ഷകർത്താവ്. ഞാൻ താവുള്ള അമ്മാവനല്ലേ? ഇടേ അമ്മാവൻ അച്ഛനാവൂല, രണ്ടും വ്യത്യാസമുണ്ട്. അതായത് സ്വന്തമായിട്ട് കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പോയി മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കാം. അല്ലാതെ നീ ഇപ്പൊ എന്റെ കൊച്ചിനെ കൊണ്ട് നീ സ്കൂളിൽ പോയിട്ട് എന്ത് കാര്യം? അവരവിടെ ഇരുന്ന് ചോദിക്കും കുട്ടിയുടെ യഥാർത്ഥ രക്ഷകർത്താവാണോ? അപ്പൊ നീ പറയും അല്ലാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പിള്ളേരുണ്ടാകുമ്പോൾ പിള്ളേരെ സ്കൂളിൽ ചേർക്കുക, മീറ്റിങ്ങിന് പോവുകയൊക്കെ ചെയ്യാം. അതെങ്ങനെ? അതിന് യോഗം വേണ്ട കളിയാ. വാ മക്കളെ, വാ. പോട്ടെ, സാരമില്ല. ക്ലീറ്ററിന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? സോറി. ഇല്ല, നിനക്ക് വിഷമാണ്. ശരിയല്ലേ, അമ്മ ഒരിക്കലും അച്ഛനാവില്ലല്ലോ. ചേട്ടാ, അത് വിവരമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതിന് നീ അതൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. കനക അവൾക്കാണ് സങ്കടം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ക്ലീറ്റിങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. വാ, നമുക്ക് വന്നതിന് കഴിക്കാം. വാ, നിനക്ക് ഇഷ്ടമുള്ള. പിന്നെ അത് പറ്റില്ല. വാ, നീ കഴിച്ചിട്ട് ഫാസിലിനെ വിളിച്ചിട്ട് ജോലിക്ക് പോകാൻ നോക്ക്. വാ. പിന്നെ ശരിയാവില്ല എന്ന് പറഞ്ഞ അങ്ങനെ വന്നേ, അവളൊന്നും ഇല്ലാത്ത. വാ ഗ്രീൻ പീസ് നീ പോ. അതെ, ഇനി ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. ഇത്ര നേരം നീയൊക്കെ തെറ്റിച്ചോണ്ടാണ് ഞാൻ ഏറ്റു വിളിച്ചത്. ഇനിയെങ്കിലും രണ്ടെണ്ണം തെറ്റാതെ വിളിക്കും. വാ തുറന്നേ. മധുരം തുണയൂ. എന്താന്ന് പറയും? സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. അതെ, ഇന്ന് മുതൽ നീ ജീവിക്കാൻ പോണത് സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടെ. ആ പ്രസിഡന്റ് ഞാനാണെന്ന്. ഇവിടെ ആ പ്രസിഡന്റ് ഞാനാണ്. സ്കൂളിലെ PTA പ്രസിഡന്റ് എന്നെ തെരഞ്ഞെടുത്തു. എന്തെന്ന് എങ്ങനെ പറ്റിയെന്നാ? എന്നെ സ്കൂളിലെ PTA പ്രസിഡന്റ് എന്തുകൊണ്ട് യോഗ്യൻ ഞാനാണെന്ന് അവർക്കറിയാം. അതല്ല തങ്കം, സംഭവം അവിടെ മീറ്റിംഗ് നടക്കുന്ന ഇടയിൽ 6% ആവും എന്നുള്ള ഒരു തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ ഒന്ന് എണീറ്റ് മുണ്ടിലെ പൊടി ഇങ്ങനെ തട്ടിക്കളയാനായിട്ട് എണീറ്റ് എന്റെ തല കണ്ടത്. പിന്നെ ആരും എണീറ്റ് എല്ലാവരും അല്ലാണ്ട് എന്നെ പോലെ യോഗ്യതയുള്ള വേറെ ആരാ ഇവിടെ ഉള്ളേ? അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഏറ്റെടുത്തോളാം. പിന്നെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. നമുക്കെന്താ പിന്നെ ഒരു കാര്യം നിന്നോട് പറയാനുള്ളത്, ഇനി ഈ ലോക്കൽ കൂട്ടുകെട്ട് കമ്പനി ഒന്നും വേണ്ട. തൊഴിലുറപ്പിനൊന്നും പോകണ്ട കേട്ടോ. ഈ പ്രസിഡന്റിന്റെ ഭാര്യയാണ്, ആ കാര്യം മറക്കണ്ട. തങ്കം, ചോറ് വിളമ്പി വെക്ക്. അളിയനെന്ന് പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന് കൂടെ കഴിക്കട്ടെ. നീ അറിഞ്ഞില്ലേ? ക്ലീറ്റു പ്രസിഡന്റായി. സ്കൂളിലെ PTA പ്രസിഡന്റ്. നീ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. ഞാൻ ഒരു ദിവസം ഇന്ത്യൻ പ്രസിഡന്റ് ആവും. അപ്പൊ നീ എന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഇതിനൊക്കെ ചില യോഗ്യതകളുണ്ട്. പറഞ്ഞിട്ടാണ് എനിക്ക് വേണ്ട തകളി കൊടുത്താൽ. എടേ, നിങ്ങൾ രണ്ടാളും പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് പായസം വയ്ക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക. അടയും കടലയും രണ്ടും വേണം കേട്ടോ. ചെല്ലി എടേ, വെറുതെ പോലെ ഒന്ന് വിളിച്ചോണ്ട് പോണേ. ഉഷാറാവട്ടെ കാര്യങ്ങള്. ലക്ഷം പിന്നാലെ പറഞ്ഞു. ആകെ 2 പേരേ ഉള്ളൂ. അടേ, ലക്ഷമല്ല ലക്ഷ്യം. ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടടാ. മധുരം തുടങ്ങിട്ടോ. മധുരത്തിലൊക്കെ പങ്കുചേരാം. പക്ഷെ നീ പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രി ശരി തന്നെ. ഇതിന്റെ പേരിൽ എന്നെ ആരെങ്കിലും വഴി പിടിച്ച് നിർത്തിയ എന്റെ സ്വഭാവം ഞാൻ പറയും. നീ സംസാരിക്കുന്നത് ഒരു പ്രസിഡന്റിനോടെന്നുള്ള കാര്യം അങ്ങോട്ട് മറക്കണ്ട കേട്ടോ.
അസൂയാണ്. ഇത് മുഴുത്ത അസൂയാണ്. എന്റെ കർത്താവേ, ലോകത്ത് ഇതുപോലെ അസൂയുള്ള ഒരു അളിയനെ ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം പെങ്ങളെ കെട്ടിയോ നന്നാവണ ഇഷ്ടമില്ലാത്തൊരുത്തനെ. പ്രസിഡന്റായി എന്നെ ഒന്ന് പ്രധാനമന്ത്രിയാക്കുന്ന കാര്യം. അതെ, ഒരാളിപ്പോ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുകയല്ലേ, അദ്ദേഹം ഒന്ന് ഇറങ്ങട്ടെ, അതിനുശേഷം തന്നെ ഞാൻ ആക്കാം. കേട്ടാ? തൽക്കാലം നീ ഇവിടെ ഇരിക്കും. ആരാ വിളിക്കണ നോക്ക്. പിന്നെ ചാനലിൽ ഓരോ പത്രക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരക്കിലാണെന്ന് പറ. അഭിനന്ദിക്കാൻ ആരെങ്കിലും വിളിക്കണേ എന്റെ തന്നാ മതി കേട്ടാ. ഓക്കെ. ഹലോ, അതെ, ആ പറഞ്ഞോളൂ. പ്രസിഡന്റ് കുറച്ച് തിരക്കില്ല. ഇത് പ്രസിഡന്റ് പി ആണ്. എന്ത്? ആഹാ, അത് ശരി. ആ, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് തന്നെ പ്രസിഡന്റ് ഇതിനൊരു പരിഹാരം കാണുന്നതായിരിക്കും. ഇത് കണ്ടിരിക്കും. ശരി ശരി, ഓക്കെ. അതെയാ, അഭിനന്ദിക്കാനാണ്? അല്ലല്ലേ, ഇതൊരു പരാതിയാണ്. ഓഹോ, ഞാൻ പ്രസിഡന്റ് ആയാലും പരാതി. ഇത് മറ്റോ അമ്പളിക്കുട്ടി ഇളക്കി വിടണായിരിക്കും. എന്റെ അല്ലേ, ഇത് അതൊന്നുമല്ല. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞതാ. എന്തോന്നു? അതായത് നമ്മുടെ 4-ാം നമ്പർ ബസ് ഓടിക്കുന്ന ഡ്രൈവറില്ലേ, അവരെ കൊച്ചിനെ ഇന്ന് രാവിലെ അവിടുന്ന് യഥാർത്ഥ സ്റ്റോപ്പിൽ നിന്ന് എടുത്തില്ല. എന്നിട്ട് അവര് തന്നെ സ്കൂളിൽ അതിനെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടോ ഇവൻ ചെയ്ത പണി എന്താണ്? വൈകുന്നേരത്തെ അവനെ ആ കൊച്ചിനെ വേറൊരു സ്റ്റോപ്പിൽ കൊണ്ടിറക്കി വിട്ടു. അത് ശരി, അത്ര അഹങ്കാരോ? പിന്നെ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ അവൻ ഇങ്ങനത്തെ തോന്നിയ ദിവസം കാണിച്ച നടരാജ ഫോൺ എടുത്തിട്ട് സ്കൂളിൽ വിളിച്ചിട്ട് ആ ഡ്രൈവറിനെ എത്രയും പെട്ടെന്ന് തന്നെ പ്രസിഡന്റിന്റെ മുമ്പിൽ എത്താൻ പറയും. അപ്പൊ നീയാണ് സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളെ വഴിതെറ്റിച്ചിറക്കുന്ന അലവലാതി ജയൻ അല്ലേ? എന്നൊക്കെ ഞാൻ ആരാണെന്ന് അറിയാമോ? അറിഞ്ഞൂടാ. എടേ, നീ ജോലി ചെയ്യുന്ന സ്കൂളിലെ PTA പ്രസിഡന്റ് ആണിത്. നിന്നെ ഇവിടെ വിളിപ്പിച്ചെന്തിനാണെന്ന് അറിയാമോ? നിനക്കെതിരെ വലിയൊരു പരാതി വന്നിട്ടുണ്ട്. നീ സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളെ കൃത്യമായിട്ട് സ്റ്റോപ്പിൽ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞ്. ഓ, ആ പെണ്ണുമ്പിള പറഞ്ഞായിരിക്കും. ആ പെണ്ണുമ്പിള പറയുമ്പോൾ ചവിട്ടി നിർത്തി എന്നെ കൊണ്ട് വണ്ടി എടുക്കാൻ പറ്റൂല. നീ അഹങ്കാരം കാണിക്കരുത്. നിന്റെ ഈ അഹങ്കാരത്തിന് വീട്ടിൽ വിളിച്ച് മാന്യമായിട്ട് സംസാരിക്കല്ലേ വേണ്ടത്. അടിച്ച് കരണം കളിക്കുന്നടാ. കനക വിളിച്ച് വീട്ടിൽ വരുത്തി നിങ്ങൾ ഗുണ്ടായിസം കാണിക്കണ ഇയാള്. ആളെയാ യവനുണ്ടല്ലോ, ഇവൻ ലോക അഹങ്കാരിയാണ്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവൻ. സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളെ അവിടെ എവിടെയും കൊണ്ട് വഴിതെറ്റിച്ച് ഇറക്കാണ്. കള്ളം പറയണത് കള്ളം പറയണ കളിക്കുന്ന. നിനക്ക് മര്യാദക്ക് ജോലി എങ്കിൽ അവിടെ ജോലി, അല്ലെങ്കിൽ നീ ജോലി രാജിവെച്ചിട്ട് പോടാ. എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല. എന്താ? എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നീ നാളെ മുതൽ വരണ്ട. നാളെ മുതൽ ഇന്ന് വൈകുന്നേരം പോലും ഞാൻ വണ്ടി എടുക്കൂല. നിങ്ങളെ വണ്ടി ആരും ഓടിക്കുന്നത് എനിക്ക് കാണണം. അത് കാണാനൊന്നും പറഞ്ഞോളാം. ഓടാ, ഞാൻ കാണിച്ചു തരാം വണ്ടി എടുക്കണം എങ്ങനെയാന്ന്. കളിക്കുന്ന അഹങ്കാരി. എന്ത് എന്താളിയാ വണ്ടി എടുത്തില്ലേ കുട്ടികളുണ്ടാവും, കുട്ടികളുടെ അവസ്ഥ ഉണ്ടാവും. കുട്ടികളെ അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയല്ല അവിടെ എത്തിച്ചോ. നീ എന്ത് ഉദ്ദേശിച്ചത്? എന്ത് നീ ഇന്ന് കയറിയല്ലേ ഉള്ളൂ പ്രസിഡന്റ് ആയിട്ട്? അതുകൊണ്ട് കൂടുതൽ ഇരിക്കണ്ടേ? ഞാൻ പ്രസിഡന്റ് ആണ്. അവനാ ബോധം, അവന്റെ സംസാരം ശരിയല്ല. ഈ സ്ഥാനത്ത് ഇരിക്കണ്ടേ? പറഞ്ഞു ക്ലീറ്റോ എന്താ വിചാരിച്ചത്? ഇന്ത്യൻ പ്രസിഡന്റ് ആണോ ക്ലീറ്റോ? PTA പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ ആളൊന്നുമല്ല. സ്കൂളിനെ സംബന്ധിച്ച് PTA പ്രസിഡന്റ് വലിയ സംഭവം തന്നെയാണ്. ഇയാൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു പെണ്ണുമ്പിള്ളുണ്ട്, അവരുടെ കുട്ടിയെ ഒരു ദിവസം ഒരിടത്ത് ഇറങ്ങണം, ഒരു ദിവസം മറ്റൊരിടത്ത് ഇറങ്ങണം. അത് വിളിക്കാൻ വരുന്നതോ ഓരോരുത്തരും ഓരോ ദിവസം. നമ്മൾ ഈ കൊച്ചുമാരെ ചാടൊക്കെ എന്തിനു കാണുന്നത്? അതല്ല, അത് ആളെ ഇന്നിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളൂ പ്രസിഡന്റ് ആയിട്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. പിന്നെ നീ പറഞ്ഞത് ശരിയാണ്. കാരണം ഇപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലത്തിറക്കിയാൽ നമുക്ക് കാണാനല്ലോ എൻ്റെ ഉത്തരവാദിത്തം അല്ലേ? എൻ്റെ ഭാഗത്താണ് ന്യായം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്തേ, കുട്ടികളുടെ കാര്യമല്ലടാ. നീ ഇപ്പോൾ നാളെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് തന്നെ നീ വരില്ലെന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേരം ഈ ഇത്തിരി ബസ്സിൽ കയറുന്ന കുട്ടികൾ മുഴുവൻ അവിടെ ഇരിക്കില്ലേ? നിന്റെ മോളോടെ പഠിക്കുകയല്ലേ? പിന്നെന്താ അങ്ങനെ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാം, നിനക്കൊരു ഇതാണ്ടാവും. പറഞ്ഞത് ശരിയാണ്, തെറ്റാണ്. നിന്നെ വീട്ടിൽ വിളിച്ച് ഇത്രയും പറഞ്ഞ മോശമായി പോയി. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. നീ പറ്റി ഞാൻ പറയാം കേട്ടോ. അതെ, എന്റെ സ്വഭാവം വെച്ചിട്ട് അവനെ ചവിട്ട് കൂട്ടാണ് വേണ്ടത്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വണ്ടി എടുക്കും. എടുക്കും, അവൻ എടുക്കും. എനിക്കറിയാളിയാ. അവനെടുത്തില്ല അവന്റെ അപ്പനെ കൊണ്ട് വണ്ടി എടുപ്പിക്കാനുള്ള വിധി അല്ലേ. എന്തിനാ പതൊക്കെ പറയണേ? സാറല്ല, നീ ഒരു കാര്യം ചെയ്യാതെ അവൻ്റെ ഒരു സോറി പറഞ്ഞു. കുഴപ്പമില്ല. ഒരു മാപ്പ് പറഞ്ഞേക്കാ. ഞാൻ കോപ്പ് പറയും. കണ്ടി കണ്ട അലവിലാതെ മാപ്പ് പറയാം. നീ എന്താണ് അതെ കനക, നീ എന്താ വിചാരിച്ച? ഞാൻ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആണ്. ഇവൻ വെറും ഡ്രൈവറാണ്. ഇവനോട് ഞാൻ മാപ്പ് പറയാം പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുക്കാൻ. ഇനി ഒരിക്കലും ഞാൻ വണ്ടി എടുക്കില്ല. ഇവിടെ പലതും ക്ലീറ്റോ ഞാൻ സാരിക്കാം. എടാ,
കുട്ടികളുടെ കാര്യം ഞാനതല്ലേ പറഞ്ഞത്, കുട്ടികളുടെ കാര്യമല്ലേ ഇത്. നിന്റെ മോളോടെ പഠിക്കുകയല്ലേ, ഈ തക്കളീന്ന് ക്ലാസ്സിലല്ലേ അവൾ പഠിക്കുന്നത്. ഇയാൾ അഹങ്കാരം കണ്ടില്ല. എന്താ അഹങ്കാരം? അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം നീ മനസ്സിലാക്കണം. അയാൾ അവിടുത്തെ PT പ്രസിഡന്റാണ്. നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങും. വേറെ ജോലി കൊണ്ടാ അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അതിൻ്റെ പേരിലായി പോകും. അല്ല സംഭവം കനം പറഞ്ഞാൽ വണ്ടി എടുക്കാം. അതാണ് നമ്മളൊരു നല്ല കാര്യമല്ലേ, ഇത് കുട്ടികളുടെ കാര്യമല്ലേടാ. ജോലി ആയതുകൊണ്ട് ഞാൻ പറയാം. വെറുതെ ജോലി കളിക്കണ അങ്ങനെ കളിക്കല്ലേ, അങ്ങനെയൊന്നുമല്ല. പിന്നെ ആരെയാണ് കളിക്കണേ? നിനക്ക് വണ്ടി എടുക്കാൻ പറ്റുമല്ലോ, ഇത് അവസാനത്തെ ചോദ്യമാണ്. പറ്റുമോ ഇല്ലടാ? പറ്റുമോ? വണ്ടി എടുക്കാം. ആ ഇല്ലെങ്കിൽ എനിക്കറിയാം വണ്ടി എടുക്കാൻ. ഞാൻ കുറെ നാൾ ഗൾഫിലുണ്ടായിരുന്നു. ഇതിനേക്കാളും വലിയ വണ്ടി അവിടെ ഓടിച്ചിട്ടുള്ള ആളാ. അതിനുള്ള ലൈസൻസ് ഉണ്ട്, ബാഡ്ജ് ഉണ്ട്, എല്ലാ സംഭവം എനിക്കുണ്ട്. സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല ഞാൻ വണ്ടി ഓടിച്ചോ, വണ്ടി ഓടിച്ചോ. സംഭവം തീർന്നല്ലോ. വണ്ടി എടുക്കണേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട്. പിന്നെ ഒരു കാര്യം, ഇനി മേലാൽ നിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി എനിക്ക് ഒരുമാതിരി എന്താടാ അല്ലേ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിലാക്കി ചെയ്യേ. ഞാൻ പറഞ്ഞല്ലോ വെറുതെ ജോലി കളയണ്ട, കുട്ടികളുടെ കാര്യമാണ്. എത്ര പ്രാവശ്യം പറഞ്ഞു എടുത്തു. ഞാൻ വണ്ടി എടുക്കല്ലേ? പിന്നല്ലാതെ ഞാൻ വണ്ടി എടുക്കും. ബുദ്ധിപരമായിട്ട് പറഞ്ഞു മനസ്സിലായി. വണ്ടി എടുക്കാം. അവൻ എടുക്കും, എനിക്കറിയാം. ഞാൻ അങ്ങോട്ട്. വേഗം പോണേ സ്കൂളിലോട്ട്. ഓ അവൻ കളിക്കുന്നത്. ഇവനെക്കാളും വലിയ സമരം ചെയ്ത ആൾക്കാരുണ്ട്, പൈലറ്റുമാർ. അവരെ കൊണ്ട് ഞാൻ പ്ലെയിൻ എടുപ്പിച്ചിട്ടുണ്ട്. എവിടെ? ഇവിടെ ഇവിടെ കൊച്ചിയിൽ. കണ്ണൂരാ? കൊച്ചിയിൽ. പിന്നെ അളിയന്റെ തന്നെ. അയ്യോ എങ്ങനെയോ കേറി, ആവേശത്തിൽ അതങ്ങ് കേറി. അമ്മ ക്ലീറ്റോ എങ്ങനെ ബസ് ഓടിക്കായിരുന്നു? ബസ് ഓടിക്കാൻ അറിയോ ക്ലീറ്റോന്? എടി ഞാൻ നേരെ ബസ്സിൽ പോലും കേറാറില്ല. പിന്നെ എങ്ങനെ ഞാൻ ബസ് ഓടിക്കും? എനിക്ക് ഓടിക്കാൻ അറിയില്ല, നിനക്കറിയില്ലേ? അപ്പൊ വണ്ടി ഓടിക്കലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യായിരുന്നു? അളിയാ അതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ചില അവസരോചിതമായ കുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ പൊന്നോ.